കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷ് മറ്റൊന്നുമല്ല. നമ്മൾ മലയാളികൾ ഇതിനെ കൂന്തൽ കണവ എന്ന് പല പേരിൽ വിളിക്കും. സ്ക്വിഡ് ഫ്രൈ. നമ്മുടെ ഡിഷിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഡീസ് കിച്ചൻ്റെ വക ഒരു ബിഗ് താങ്ക് യു. നമുക്ക് ഈ സ്ക്വിഡ് നന്നായിട്ടൊന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത്തിരി തിക്ക് വേണ്ട, നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അത് ഇതുപോലെ ഏകദേശം ഇതുപോലെ നമുക്ക് സ്ക്വിഡൊന്ന് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒരു ബൗളിലേക്ക് മാറ്റാം. 2 കപ്പ് മൈദയുണ്ട്, അത് ഈ ബൗളിലേക്ക് ഇട്ടു. ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ചെറുതായിട്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, ക്രഷ്ഡ് പെപ്പർ, ഇത് ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ ഉണ്ട്, അതും ഇതിലേക്ക് മിക്സ് ചെയ്യുക. പിന്നെ വേണ്ടത് റോക്ക് സോൾട്ടാണ്, നമ്മുടെ കല്ലുപ്പ് ഇല്ലെങ്കിൽ നോർമൽ ഉപ്പായാലും കുഴപ്പമില്ല. ഇത് ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ടു. ഇനി വേണ്ടത് അയമോദകമാണ്, അജ്വാൻ, 1/2 ടേബിൾ സ്പൂൺ അതിലേക്ക് ഇട്ടു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സ്ക്വിഡ് ഫ്രൈ ചെയ്യാനുള്ള മിക്സ് ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഒരു സൈഡിൽ ഓയിൽ നല്ല ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓയിൽ നല്ല ചൂടായിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 180 ഡിഗ്രി എങ്കിലും വേണം, എന്നാലാണ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് സ്ക്വിഡ് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ. നമ്മുടെ ഈ കൂന്തലിനൊരു ബൗണ്ട് കിട്ടാനായിട്ട് നമ്മൾ ഒരു മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ആ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ മുട്ട ഇപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നത്, കാരണം എന്നാലാണ് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടുള്ളൂ. ഇതുപോലെ നല്ല രീതിയിൽ ആ മൈദയും ചില്ലിയെല്ലാം അതിലേക്ക് പിടിക്കുന്ന രീതിയിൽ കോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, സ്ക്വിഡ് നമുക്കൊരു സൈഡിലേക്ക് വെക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു സോസ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, സ്ക്വിഡിൻ്റെ സോസിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് മയണൈസ്. കുറച്ച് മയണൈസ് ഉണ്ട്, അതിലേക്ക് ഒരു ലൈം, ഒരു 1/2 ലൈം ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് സ്വീറ്റ് ചില്ലി സോസാണ്. ഒരു ടേബിൾ സ്പൂൺ സ്വീറ്റ് ചില്ലി സോസ് അതിലേക്ക് പോയി. പിന്നെ ഞാനിവിടെ ചോപ്പ് ചെയ്ത് കുറച്ച് ഗാർലിക് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി, അത് കുറച്ച് അതിലേക്ക് ഇടുക, 1 ടേബിൾ സ്പൂൺ. അതുകൂടാതെ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഉണ്ട്, സ്പ്രിംഗ് ഒനിയൻ ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അത് ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസാണ്. നമ്മൾ ഈ ഫ്രൈഡ് സ്ക്വിഡ് കഴിക്കുമ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കൂടെ ഒരു നല്ല സോസ് വേണം, എങ്കിലാണ് നമുക്ക് അതിൻ്റെ ഫുൾ ടേസ്റ്റ് കിട്ടുള്ളൂ. അവിടെ ഓയിൽ ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നല്ലതായിട്ട് ഹോട്ടായി 10 പീസ് അറ്റ് എ ടൈം നമുക്ക് സ്ക്വിഡ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മാക്സിമം ഒരു 10 പീസസ് ഇടാവുള്ളൂ, അതിൽ കൂടുതൽ ഇടുക. ഒരു മിനിറ്റിനുള്ളിൽ അത് റെഡിയായി കിട്ടും. നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ എടുക്കുക. കാരണം ഈ സ്ക്വിഡിന് ഒരു കുഴപ്പമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സമയം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റബറി ആയി പോകും. അപ്പം മാക്സിമം ഒരു 60 സെക്കൻഡ്, അതിൽ കൂടുതൽ നമുക്ക് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. നല്ലൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോഴത്തേക്കും നമ്മളത് എടുത്ത് മാറ്റുക.
ഓക്കെ, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത ഈ സ്ക്വിഡ് ഞാനിവിടെ ഒരു പ്ലേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സലാഡൊക്കെ ആയിട്ട് അതിലേക്ക് നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിൽ കുറച്ച് ലെറ്റസും ബീറ്റ്റൂട്ടും ക്യുക്കുംബറും ആയിട്ടാണ് സലാഡ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സോസ് അവിടെ ഉണ്ട്, അതിൽ ഡിപ്പ് ചെയ്ത് വേണം ഇത് കഴിക്കാൻ. ഇതാണ് നമ്മുടെ സ്ക്വിഡ് ഫ്രൈ. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾ ഇത് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുക. നമുക്ക് അവരോട് ചോദിക്കാം. ഫ്രൈഡ് സ്ക്വിഡ് ഈസ് റെഡി. ഓക്കെ, ഹൗ ഈസ് ഇറ്റ്? എങ്ങനെയുണ്ട്? ടേസ്റ്റിയാണോ? ടേസ്റ്റ് നോക്കി. സോസ് എങ്ങനെയുണ്ട്? Good. Like it? It's really good.